കർഷക സംഘം ജില്ലാ സമ്മേളനത്തെ തുടക്കം കുറിച്ച് കസ്തൂരിക്കൻ റിപ്പോർട്ട്, പുതുക്കിയ കരട് വിജ്ഞാപനവും മലയോരത്തിന്റെ ആശങ്കകളും എന്ന വിഷയത്തിൽ കട്ടപ്പന ഓപ്പൺ സ്റ്റേഡിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം എം മണി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വഴികാട്ടിയാലും നമുക്ക് ആത്മവിശ്വാസ പ്രകടനമെല്ലാം കാഴ്ചപ്പാടാണത് ആണ് തിരിച്ചുള്ള വന്ന കാര്യം ഞാൻ യന്ത്രത്തിൽ ഓടിക്കാണിക്കാൻ നമുക്ക് ആരുടെ താല്പര്യം കൊണ്ടല്ല ഇടുക്കി ജനതയിൽ മണ്ണിൽ നിന്നത് ഒഴുകിയാണ് പോരാ. സെമിനാറിൽ പങ്കെടുത്തവരെല്ലാം പങ്കുവച്ചത് ജനങ്ങളുടെ ആശങ്കയും ആവലാതിയുമാണ്. കേരളത്തിൽ നിന്നുമുള്ള എംപിമാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ചർച്ച നയിച്ചവർ ആവശ്യപ്പെട്ടു. കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസ് മോഡറേറ്ററായി. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വിഷയാവതരണം നടത്തി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ അനാവസ്ഥ വെടിഞ്ഞ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം മാത്യു വർഗീസ് അഭിപ്രായപ്പെട്ടു. വന്യജീവി സംരക്ഷണത്തെക്കാൾ മാനുഷിക സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ഇടുക്കിയിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ESI വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടലാണ് വേണ്ടതെന്നും കത്തോലിക്ക കോൺഗ്രസ് രൂപത ചെയർമാൻ KC ജോർജ് ആവശ്യപ്പെട്ടു. ESI വിഷയം ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിച്ചതായി കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ് പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്ന പ്രവണതയ്ക്ക് അവസാനമുണ്ടാകണമെന്നും ശാശ്വതമായ പരിഹാരമാണ് അനിവാര്യമെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി ബൈബിളിൽ പറഞ്ഞു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ, കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ, കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാക്കൽ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.